Hello friends, welcome to the channel. അപ്പോൾ നിങ്ങൾ റീസെൻ്റ്ലി ഇപ്പോൾ ന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നമ്മുടെ ഇന്നലെ ഒരു 8 വയസ്സുള്ള ഒരു പെൺകുട്ടി നമ്മുടെ മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ചിട്ട് ഇപ്പോൾ നമ്മുടെ തൃശ്ശൂർ തന്നെ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ആക്ച്വലി മൊബൈൽ ഫോൺ നമ്മുടെ ഉപയോഗിക്കുമ്പോൾ അതുപോലെ തന്നെ നമുക്ക് എങ്ങനെ മൊബൈൽ ഫോൺ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം, നമ്മുടെ ബ്ലാസ്റ്റിംഗ് നിന്ന് പ്രിവെൻറ്റ് ചെയ്യാന്നൊക്കെ നമ്മൾ ആക്ച്വലി ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ്, എല്ലാവർക്കും ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. എന്താ വെച്ചാൽ കുറേ പേര് ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ചെറിയ കുട്ടികളടക്കം മൊബൈൽ ഫോണിലാണ് ഫുൾ ഏതുന്നേരം മൊബൈൽ ഫോണിലാണ്. ഇപ്പോൾ എക്സാമ്പിളൊക്കെ ആയിട്ട് നമുക്കിപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ ഫുഡ് കഴിക്കാൻ തന്നെ മൊബൈൽ ഫോൺ കാണിച്ചു കൊടുത്താൽ ഫുഡ് കഴിക്കാതെ അതിൽ വീഡിയോ കാണുമ്പോഴൊക്കെയാണ് ഫുഡ് കഴിക്കുക. അപ്പോൾ ഇത് ആക്ച്വലി ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. നിങ്ങൾ മൊബൈൽ ഫോൺ വാങ്ങിക്കുമ്പോഴും അതുപോലെ തന്നെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുമ്പോഴും ഇത് ബ്ലാസ്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ബ്ലാസ്റ്റ് ആവാണ്ടിരിക്കാനുള്ള കുറച്ച് പ്രിവെൻഷൻസും അതുപോലെ തന്നെ എന്തൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യം കാണുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ ഫ്രണ്ട്സിലേക്ക് നമ്മൾ ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ നമ്മൾ രണ്ടാം ചാനൽ കാണാത്തവർക്ക് കണ്ടുപോകുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾ ഷെയർ ചെയ്യട്ടെ. ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതിയിട്ടാണ്, നമ്മളെല്ലാ കമൻറ്റ് റിപ്പോർട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോ പോകാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങളൊരു ഫോൺ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതായത് ഇപ്പോൾ ഫോൺ ബ്ലാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ അതിന് കുറേ കാര്യങ്ങളുണ്ട്, ഘടകങ്ങൾ വരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിലാണ് നമുക്ക് തുടങ്ങാം. ഒരു ഫോൺ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ഒരു ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ചീപ്പായിട്ടുള്ള അല്ലെങ്കിൽ ലോക്കൽ ബ്രാൻഡ്സ് ആയിട്ടുള്ള ലോക്കൽ മെയ്ഡ് ചൈനീസ് ഫോൺസുകളൊന്നും നിങ്ങൾ വാങ്ങിക്കരുത്. അതായത് ബ്രാൻഡുകൾ തന്നെ വാങ്ങിക്കാൻ നോക്കുക. എന്താ വെച്ചാൽ ഈ ഇതിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന എന്താ പറയുക, ഇപ്പോൾ മദർ ബോർഡ് ആയിക്കോട്ടെ, ബാറ്ററി ആയിക്കോട്ടെ. ഇപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ ഫോണിൽ ഏറ്റവും മെയിനായിട്ട് പൊട്ടിത്തെറിക്കുന്ന ഏറ്റവും പൊട്ടിത്തെറിക്കുന്ന ആകെ ഒരു സംഭവം നമ്മുടെ ബാറ്ററി തന്നെയാണ്. അതിനുള്ളിൽ വേറെ പൊട്ടിത്തെറിക്കാനുള്ള വേറെ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ ബാറ്ററി അതുപോലെ തന്നെ മദർ ബോർഡ് ഇതൊക്കെ നല്ല ഹൈ ക്വാളിറ്റി അല്ലെങ്കിൽ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റുകളുടെയും അതുപോലെ തന്നെ ലോക്കൽ മെയ്ഡ് ചൈനീസ് പ്രൊഡക്റ്റുകളുടെയും ഭയങ്കര ഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ ഈ ലോക്കൽ മെയ്ഡ് സാധനം പൊട്ടിത്തെറിക്കാനുള്ള ഭയങ്കര ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരു സാധനം പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ അത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്, അതല്ലെങ്കിൽ നല്ല ബ്രാൻഡിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന പ്രൊഡക്റ്റ് ആണെന്ന് മാത്രം ശ്രദ്ധിച്ച് നോക്കിയിട്ട് വാങ്ങിക്കാൻ മറക്കണ്ട. എന്ന് വെച്ചാൽ കുറേ പേര് എന്താ പറയുക ലോക്കൽ മെയ്ഡ് ചൈനീസ് ഇപ്പോൾ കുറേ ഈ നമ്മുടെ 6000 രൂപ 7000 രൂപയ്ക്ക് പരസ്യമൊക്കെ വരും. നമ്മുടെ എന്താ പറയുക ക്ലോൺ ഫോൺ ഉണ്ട്, അങ്ങനെയൊക്കെ സംഭവങ്ങൾ കുറേ നടക്കുന്നുണ്ട്. അപ്പോൾ ക്ലോൺ ഫോണും കാര്യങ്ങളൊന്നും വാങ്ങിച്ച് ഉപയോഗിക്കരുത്. എന്ന് വെച്ചാൽ ചുമ്മാ ഷോ ഓഫിന് മാത്രം നടക്കാന്നല്ലാണ്ട് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടുന്ന വഴി അറിയില്ല. അതുപോലെ തന്നെ ക്ലോൺസ് മാത്രമല്ല, കുറേ ലോക്കൽ ചൈനീസുകൾ ഫോണിൽ കുറേ ഇറക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ 6000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് S23 പോലത്തെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തരുന്ന ഫോണുകൾ എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ നമുക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പരസ്യം കാണാം. അപ്പോൾ അതൊന്നും ഡയറക്റ്റ് കയറി വാങ്ങിക്കരുത്. അതുപോലെ തന്നെ 10000 രൂപയ്ക്ക് ഐഫോൺ കിട്ടുന്നു പറഞ്ഞാൽ അതും കയറി വാങ്ങിക്കരുത്. ഒന്നെങ്കിൽ അത് കല്ലാവും തിരിച്ച് നമുക്ക് അയച്ചു തരിക, അല്ലെങ്കിൽ ഇതേപോലത്തെ ക്ലോൺസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതൊന്നും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ബോംബായിരിക്കും നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നത്. അപ്പോൾ പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. ഒരു ഫോൺ വാങ്ങിക്കുമ്പോൾ ഈ പോയിന്റ് ശ്രദ്ധിക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഫോൺ എങ്ങനെയാണ് ബ്ലാസ്റ്റ് ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫോണിൽ ബ്ലാസ്റ്റ് ആവാനുള്ള ആകെ ഒരു മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫോണിലിരിക്കുന്ന ബാറ്ററിയാണ്. അപ്പോൾ ബാറ്ററി എങ്ങനെയാണ്, നമ്മുടെ എല്ലാത്തിനും ബാറ്ററി ഓവർ ചാർജ് അതുപോലെ തന്നെ ഹൈ ചാർജ് ഒക്കെ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഓവർ ചാർജ് അല്ലെങ്കിൽ ചൂടാവും. നിങ്ങൾക്ക് നോർമൽ നമ്മുടെ ഫോൺ ചാർജ് ചെയ്യാൻ കുത്തുമ്പോൾ ഫോൺ ചൂടാവുന്നത് നിങ്ങൾ ഓൾറെഡി അറിയുന്നതായിരിക്കും. എന്ന് വെച്ചാൽ ബാക്കൊക്കെ തൊടുമ്പോൾ ചെറുതായിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ വരും. അത് നോർമലാണ്. പക്ഷേ ഓവർ ചാർജ് ആവുമ്പോൾ അല്ലെങ്കിൽ ഓവർ ഹീറ്റ് ആവുമ്പോൾ ഈ ബാറ്ററിയിൽ പ്രഷർ കൂടുകയാണ്. അപ്പോൾ പ്രഷർ കൂടുമ്പോൾ ഇതിൻ്റെ എല്ലാ കമ്പോണൻസിനും ഇത് എഫക്റ്റ് ചെയ്യും. അങ്ങനെ ഇത് ആക്ച്വലിയാണ് എക്സ്പ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു കാരണമാണ് നമ്മുടെ ഒരു ഓവർ ചാർജിങ് അല്ലെങ്കിൽ ഓവർ ഹീറ്റിംഗ് ഒക്കെ വരുമ്പോൾ ആണ് മെയിനായിട്ട് നമ്മുടെ ഫോൺ ബ്ലാസ്റ്റ് ആവാനുള്ള മെയിൻ റീസൺ വരുന്നത്. പിന്നെ വേറെ റീസൺ എന്ന് പറയുന്നത് വൈറസുകളായിരിക്കും. ഇപ്പോൾ കോൾ ബോംബിംഗ് എന്നൊക്കെ ഒരു സംഭവമുണ്ട്. കോൾ ബോംബിംഗ് എന്ന് പറഞ്ഞപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ കുറച്ച് കാലങ്ങളൊക്കെ മുമ്പൊക്കെ ഒരു ഇന്റർനാഷണൽ നമ്പറിൽ നിന്ന് കോൾസ് വന്നു കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് ഫോൺസിലേക്ക് ആക്ച്വലി ഒരു വൈറസ് വരുന്നതാണത്. അപ്പോൾ ഈ കോൾസ് വരുമ്പോൾ ഇത് ആക്ച്വലി വൈറസ് നമ്മുടെ ബാറ്ററിനും മദർ ബോർഡിനൊക്കെ ഭയങ്കരമായിട്ട് പ്രഷർ കൊടുത്തത് ഹീറ്റ് ആക്കിയിട്ട് ബ്ലാസ്റ്റ് ആവുന്ന ഒരു പുതിയൊരു പരിപാടി. പുതിയതല്ല, കുറച്ച് കാലമായിട്ട് ഇത് തന്നെ. ഇപ്പോൾ ഈ സംഭവങ്ങളൊന്നുമില്ല. ഇപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം നമ്മുടെ ഫോണിൽ ആൻറ്റി വൈറസ് എന്ന് പറഞ്ഞ സംഭവം ഇല്ല, ഉണ്ടെങ്കിൽ തന്നെ ഭയങ്കര വീക്കാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങളൊരു ആൻഡ്രോയിഡ് ആണെങ്കിൽ നിങ്ങൾക്കൊരു ആൻഡ്രോയിഡ് ആൻറ്റി വൈറസ് വാങ്ങിച്ച് ഉപയോഗിക്കായിരിക്കും നല്ല ബെസ്റ്റ്. ഇപ്പോൾ നോട്ടാൻ്റെയും ബിറ്റ് ഡിഫൻഡർ എല്ലാത്തിനും നമുക്ക് ആൻഡ്രോയിഡിൻ്റെയും iOS-ൻ്റെയും ഒക്കെ നമുക്ക് ആൻറ്റി വൈറസ് അവൈലബിൾ. ഞാൻ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ആൻഡ്രോയിഡിൽ ഉപയോഗിക്കുന്നത്, നമ്മൾ iOS-ൽ ഉപയോഗിക്കുന്നുണ്ട്. വാങ്ങിച്ച സമയത്ത് തൊട്ടന്നെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ആമസോണിലൊക്കെ നമുക്ക് വാങ്ങിയ DC 59 രൂപയ്ക്കൊക്കെ നമുക്ക് ബിറ്റ് ഡിഫൻഡർ കിട്ടും, കാസ്പെർസ്കൈ കിട്ടും. അപ്പോൾ വലിയ നഷ്ടമില്ല, നമുക്ക് കയ്യിൽ നിന്ന് പോകാനുള്ള നഷ്ടം കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് കിട്ടുകയാണെങ്കിൽ ലാഭം മാത്രമേ കിട്ടാറുള്ളൂ. അപ്പോൾ വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ സാധനങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ആൻഡ്രോയിഡ് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ നമ്മുടെ ഡയറക്റ്റ് പ്ലേ സ്റ്റോറിൽ അല്ലാണ്ട് തന്നെ വേറെ ഇഷ്ടംപോലെ സ്ഥലത്തു നിന്നൊക്കെ കുറേ പേര് ഡൗൺലോഡ് ചെയ്യുന്ന സംഭവങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ നിന്നും പരസ്യം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഡൗൺലോഡ് ചെയ്യുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അതിനൊക്കെ നിങ്ങളൊക്കെ സാധനത്തിലേക്ക് വൈറസ് കയറിയിട്ട് ഇതുപോലെ തന്നെ ചില വൈറസ് ഈ ഫോണിനെ ഹീറ്റ് ആക്കാനും ബ്ലാസ്റ്റ് ആക്കാനുള്ള
ചെയ്യാനുള്ള കഴിവുള്ള വൈറസും ബ്ലോട്ട് വൈറസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സൂക്ഷിച്ച് സംഭവങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ എന്താ പറയുക, പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ആൻറ്റിവൈറസ് ഉപയോഗിക്കുക. അതായിരിക്കും ഏറ്റവും നല്ലത്. കുറച്ചും കൂടി എന്ന് വെച്ചാൽ ഈ വൈറസ് വരെ വന്നിട്ട് ബ്ലാസ്റ്റ് ആകാനുള്ള ചാൻസും കൂടുതലാണ്. നമുക്ക് ഇനി എന്താണ് ആക്ച്വലി നമുക്ക് ഈ ബ്ലാസ്റ്റിംഗ് അതായത് പ്രിവെന്റ് ചെയ്യാനുള്ള കുറച്ച് മെത്തേഡുകളാണ്. ഇത് മെയിനായിട്ട് നമുക്ക് ആക്ച്വലി ബ്ലാസ്റ്റിംഗ് വരുന്നത് നമുക്ക് ചാർജ് ചെയ്ത് ഉപയോഗിക്കുമ്പോഴാണ്. അതായത് നമുക്ക് ചാർജ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, നോർമലി നമ്മൾ ഫോൺ ബാറ്ററി ഡൗൺ ആയിട്ട് നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ചാർജിങ് എന്ന് പറയുന്ന സംഭവം നമ്മുടെ ബോർഡിനെയും മദർ ബോർഡിനെയും എല്ലാത്തിനും പ്രഷറൈസ് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ ബാറ്ററിയിൽ നിന്നാണ് എല്ലാത്തിനും എനർജി പോകുന്നത്. അപ്പോൾ ഇതെല്ലാത്തിനും പ്രഷറൈസ് വരുന്നുണ്ട്. അപ്പോൾ ചാർജ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി എന്താ പറയുക എല്ലാത്തിനും പ്രഷർ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ആക്ച്വലി ഇത് ചെറുതായിട്ട് ഹീറ്റും കാര്യങ്ങളൊക്കെ ആവുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളിത് യൂസ് ചെയ്യാനും കോൾ ചെയ്യാനൊക്കെ പോയി കഴിഞ്ഞാൽ ഓവർ ഹീറ്റ് ആവാനും ബ്ലാസ്റ്റ് ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഫോൺ ചാർജ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യരുത്. അതായത് പ്രത്യേകിച്ച് കോൾ ചെയ്യരുത്, ഗെയിം കളിക്കരുത്, ഗെയിമൊന്നും കളിക്കരുതില്ല, ക്യാമറ ഉപയോഗിക്കരുത്. എന്ന് വെച്ചാൽ ഇതൊക്കെ ഭയങ്കരമായിട്ട് ബോർഡിനെ യൂസേജ് കൂട്ടാനും പ്രൊസസറിനൊക്കെ പവർ എന്ന് വെച്ചാൽ പ്രൊസസിങ്ങിൻ്റെ പവറൊക്കെ കൂട്ടാനും അതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഹീറ്റ് ആവാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. എന്ന് വെച്ചാൽ നോർമലി നമ്മുടെ ചാർജ് ആയിക്കൊണ്ടുമ്പോൾ ഹീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൊസസ്സിൽ ഇത് വേറെ ഹീറ്റിംഗ് കൂടെ ആയി കഴിഞ്ഞാൽ അത് ഓവർ ഹീറ്റ് ആവാനും ഫോൺ ബ്ലാസ്റ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒരിക്കലും ഫോൺ എന്താ പറയുക ചാർജ് കുത്തി വെച്ചിരിക്കുമ്പോൾ ഉപയോഗിക്കരുത് കേട്ടോ. അതൊരു മെയിൻ സംഭവമാണ്. എന്താ വെച്ചാൽ ഇതുകൊണ്ട് ഫോൺ ബ്ലാസ്റ്റ് ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും നമ്മുടെ ഫോൺ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ അതിൽ പ്രത്യേകിച്ച് ഗെയിം കളിക്കുമ്പോൾ ക്യാമറ ഉപയോഗിക്കുമ്പോഴൊക്കെ നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കും നമ്മുടെ ഫോൺ ഹീറ്റ് ആവുന്നതൊക്കെ. അപ്പോൾ അത് ഇതുകൊണ്ടാണ് നമ്മുടെ ഫോണിൻ്റെ പ്രോസസ്സിംഗ് പവർ ഫുൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഗെയിമും ക്യാമറയൊക്കെ കളിക്കുമ്പോൾ ഹൈ പവർ ഫുള്ളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ 100% യൂസ് ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അതിൻ്റെ ഭാഗമായിട്ട് ചൂടാവുന്നതാണ്. അപ്പം നമുക്കറിയായിരിക്കും നമ്മുടെ PC ഡെസ്ക്ടോപ്പിലെ PC പോലൊന്നും എയർ വെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല ഇതിൽ. അപ്പോൾ അതിൻ്റെ അത്ര ഹീറ്റ് ഡിസിപ്പേഷൻ കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചെറിയ ബോഡി പ്രത്യേകിച്ച് ഇപ്പോൾ ഗ്ലാസ് ബോഡിയും അതുപോലെ തന്നെ ഇപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ എന്താ പറയുക മെറ്റൽ ബോഡിയൊക്കെ ആണെങ്കിൽ ഹീറ്റ് ആവും, സ്വാഭാവികമാണ്. പക്ഷേ ഓവർ ഹീറ്റ് ആകുമ്പോൾ സൂക്ഷിക്കട്ടോ. ഇതാണ് മെയിൻ ഒരു പോയിന്റ് വരുന്നത്. ഒരിക്കലും ചാർജ് ചെയ്ത് വെച്ചിട്ട് യൂസ് ചെയ്യരുത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മെയിൻ ഒരു കണ്ടന്റാണ്, നിങ്ങൾ ഓവർ ചാർജ് ചെയ്യരുത്. ഇപ്പോൾ കുറേ പേരുണ്ട് രാത്രി കുത്തിവെച്ചിട്ട് പോകും, കാലത്ത് വന്നിട്ടായിരിക്കും ചിലപ്പോൾ ഫോൺ എടുക്കുക. അപ്പോൾ ഇത് ചില നമ്മുടെ ഇപ്പോൾ ഹൈ എൻഡ് ഫോണുകളിലൊക്കെ ഇത് ആക്ച്വലി അതിനൊരു നമ്മുടെ ചാർജിങ്ങിനെ അനലൈസ് ചെയ്യാനും അതിനനുസരിച്ച് ചാർജിങ് കുറച്ചിട്ട് പതുക്കെ കയറ്റിയിട്ട് ചെയ്യാനുള്ള കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ എക്സാമ്പിൾ ഐഫോണിലും S23 അങ്ങനത്തെ ഹൈ എൻഡ് ഫോണിലൊക്കെ ഈ ഫീച്ചർ ഉണ്ട്. അതിലൊന്നും അത്രയ്ക്ക് പ്രോബ്ലം വരില്ല നമ്മൾ രാത്രി കുത്തിയിട്ട് കാലത്ത് എടുത്തു കഴിഞ്ഞാൽ. പക്ഷേ നോർമലായിട്ടുള്ള ബഡ്ജറ്റ് ഫോണിലും ടാബിലൊക്കെ നിങ്ങൾ ഇതുപോലെ രാത്രി കുത്തിച്ച് കാലത്ത് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി ഹെൽത്ത് പോകാനും അതുപോലെ തന്നെ ബാറ്ററി ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനിലേക്ക് മാറാനുള്ള ചാൻസ് കൂടുതലാണ്. നിങ്ങൾക്കറിയാം നമ്മുടെ ഫോൺ ഓവർ ചാർജിങ് കാണുന്നത് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഫോണിന് എന്തെങ്കിലും അല്ല നമ്മുടെ ബാറ്ററിക്ക് എന്തെങ്കിലും കേടുപാട് കാണലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മുടെ ഇതുപോലെ സീൽഡ് കണ്ടെങ്കിൽ ചിലപ്പോൾ ഇവിടെ പൊന്തി വരും. ഈ ബാക്ക് ഇങ്ങനെ നോക്കി നിങ്ങൾക്ക് അറിയാം ബാക്ക് ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ടായിരിക്കും. ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് പോയിരുന്നത് അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ നോർമലി ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഫോണൊക്കെ പണ്ടൊക്കെ നമുക്കത് അറിയായിരുന്നു. ശരിക്കും ഇങ്ങനെ ബാറ്ററി ഇങ്ങനെ ബൾജ് ചെയ്ത് വരും. അത് കണ്ടാൽ തന്നെ നിങ്ങളുടെ ബാറ്ററി അപ്പം തന്നെ മാറ്റിയിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഫോണിൽ വെറ്റായി കഴിഞ്ഞാൽ അതായത് വെള്ളത്തിൽ വീഴുകയോ വെള്ളം കയറി കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ ചെയ്യുന്നത് ഫോൺ ഓഫ് ചെയ്ത് വയ്ക്കുക, നമ്മൾ തുടരുത്. പിന്നെ എന്നിട്ട് നിങ്ങൾ കസ്റ്റമർ കെയറിലോ ഏതെങ്കിലും ഒരു സർവീസ് സെൻ്ററിലോ പോയിട്ട് ഇത് നന്നാക്കുക. അതായത് നമ്മുടെ നോർമൽ കോമൺ ചെയ്യുന്ന ആൾക്കാർ വെയിലത്ത് വെക്കലും അതുപോലെ തന്നെ എന്താ പറയുക അരിയിൽ മുക്കി വെക്കലൊന്നും ഇതിന് കറക്റ്റായ സിറ്റുവേഷൻ അല്ലെങ്കിൽ സൊല്യൂഷൻ അല്ല കേട്ടോ. അപ്പോൾ നിങ്ങളത് റിസ്ക് കൂട്ടാനും ഫോൺ മോസ്റ്റ്ലി അങ്ങനെ വെച്ചുകൊണ്ട് വലിയൊരു കാര്യമൊന്നുമില്ല. അപ്പോൾ ചെറിയൊരു നരവും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ വെയിലത്ത് വെച്ചാലോ അല്ലെങ്കിൽ ഇതിനുള്ളിൽ വെച്ചാലോ അത് നോർമലി പുറത്ത് വെച്ചാലും ഉണങ്ങി പോകുന്ന സംഭവം തന്നെയായിരിക്കും. അതുകൊണ്ട് ചിലപ്പോൾ ശരിയാവുന്നതായിരിക്കും ഇത്. അപ്പോൾ അത് കറക്റ്റ് സൊല്യൂഷൻ അല്ല. നിങ്ങളൊരു കസ്റ്റമർ കെയറിനെ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു ലോക്കൽ മൊബൈൽ സർവീസ് സെൻ്ററിലേക്ക് പോയിട്ട് ശരിയാക്കായിരിക്കും ബെസ്റ്റ് ഒരു പരിപാടി കിട്ടുക. അപ്പോൾ ഈ സ്റ്റെപ്സും അതുപോലെ തന്നെ ഈ ടിപ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യണം. എന്താ വെച്ചാൽ ഇതുപോലെ ചെറിയ കുട്ടികളടക്കം കുറേ പേര് നമ്മുടെ ഫാമിലിയിൽ ഉപയോഗിക്കുന്ന സംഭവമാണ്. അപ്പോൾ സൂക്ഷിക്കുക. പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്നതിൽ നിന്ന് കേട്ടായിരിക്കും. അപ്പോൾ ഷെയർ ചെയ്ത് തുറക്കാൻ മറക്കണ്ട. അപ്പോൾ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്ത് കാണാം. ബൈ.